സ്തോത്രം. നമുക്കറിയാം, കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ദൈവിക വിരുദ്ധത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു, അതിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് ഉയർന്ന നിയമ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തലമുറയിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരായി നിൽപ്പാൻ ദൈവം നമ്മളെ പിന്നെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ്. ദ വിസ്ഡം ഫ്രം എബവ്. 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഈ ജ്ഞാനത്തിലൂടെ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ, വെളിപ്പാടുകൾ ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലൂടെ നമുക്ക് ലഭിക്കും. ക്രിസ്ത്യൻ പാരഡോക്സ്, ക്രിസ്തീയ വിരോധാഭാസത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പല പാരഡോക്സിക്കൽ ചിന്തകൾ, വിരോധാഭാസം എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ വിരോധാഭാസങ്ങൾ, അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന, ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് നന്നായി ദൈവവചനം പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകൾ അവര് ദൈവം എന്ത് ചിന്തിച്ചോ ആ അർത്ഥത്തിലല്ല, ആ ആശയത്തിലല്ല കാര്യങ്ങളെ സ്ഥാപിക്കുന്നത്, കാര്യങ്ങളെ പറയുന്നത്? അതിൻ്റെ കാരണം വേദപുസ്തകത്തിലുള്ള പാരഡോക്സ്, വിരോധാഭാസമായ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവരെ വളച്ചൊടിക്കുന്നവര് അതിനെ ചേഞ്ച് ചെയ്യുന്നു. 2 പത്രോസ് 3:16 വാക്യം ഒന്ന് വായിക്കാം. പൗലോസിനെ കുറിച്ച് പത്രോസ് പറയുന്ന വാക്കാണ്. അദ്ദേഹം തൻ്റെ സകല ലേഖനങ്ങളിലും ഈ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിര ചിത്തരുമായവർ മറ്റ് തിരുവെഴുത്തുകൾ പോലെ അതും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. അറിവില്ലാത്തവരും അസ്ഥിര ചിത്തരുമായവർ മറ്റ് തിരുവെഴുത്തുകൾ പോലെ അതും തങ്ങളുടെ നാശത്തിനായി വളച്ച് ഒടിക്കുന്നു. നമുക്കറിയാം, സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ 70 വർഷമായി ഞങ്ങൾ ഉപവസിക്കുന്നത് പോലെ ഇനിയും ഉപവസിക്കണമോ എന്ന് ഇസ്രായേൽ ജനം ചോദിക്കുക. കഴിഞ്ഞ 70 വർഷമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദൈവം പ്രവാചകനിലൂടെ പറയുന്നത്, ഈ കഴിഞ്ഞ 70 വർഷം നിങ്ങൾ ഉപവസിച്ചത് ആർക്കു വേണ്ടി? അതായത് അവരെന്തോ തെറ്റിദ്ധരിച്ചു, അതാണ് ശരിയെന്ന് അവർ ചിന്തിച്ചു. അവരങ്ങനെ അതിലൂടെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു 70 വർഷം. അതായത് ഒരു മനുഷ്യന്റെ ഒരു ജീവിതം, ആ ജീവിതം മുഴുവൻ അവൻ തെറ്റി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത്? ഈ പാരഡോക്സ് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ ചിന്തകൾ, നമ്മുടെ അറിവുകൾ കൊണ്ടാണ്. 2 ജ്ഞാനങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന്, ദ വിസ്ഡം ഫ്രം എബവ്, ദ വിസ്ഡം ഫ്രം ബിലോ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ലൗകിക ജ്ഞാനവും, ലോകത്തിന്റെ ജ്ഞാനവും. നമ്മളെല്ലാം ചെറിയ പ്രായം മുതൽ ട്രെയിൻഡ് ആയിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലല്ല, ലൗകിക ജ്ഞാനത്തിലാണ്. ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൻ്റെ
അടിത്തറകളൊക്കെ നമ്മൾ പണിതത് ലൗകിക ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രക്ഷിക്കപ്പെട്ടു, 10 വർഷം കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട് 25 വർഷം കഴിഞ്ഞു. ദൈവവചനം 10-50 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ അറിയുമോ? പണമില്ലാത്തവൻ പിണം. അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യമാണ് എന്ന വിധത്തിലാണ് പറയുന്നത്. ഈ പണമില്ലാത്തവൻ പിണം എന്നുള്ളത് അത് ആരുടെ വിശുദ്ധമാണ്? ദൈവത്തിന്റെ വിശുദ്ധമോ? ദൈവം പറഞ്ഞതോ? അല്ല, അത് ലോകത്തിലെ ഒരു പഴഞ്ചൊല്ലാണ്, മനുഷ്യന്റെ ഒരു ബോധ്യമാണ്. അപ്പൊ ഇതുപോലുള്ള പല ബോധ്യങ്ങൾ ചെറിയ പ്രായം മുതൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ വ്യക്തിത്വത്തെ പണിതിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ താഴോട്ട്. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചുപോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടുന്നത്. ഇവിടെ ചോദ്യം എന്താണ്? യോഹന്നാൻ സ്നാപകൻ കൊണ്ടുവന്നിരുന്ന ഒരു പതിവുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. അത് എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ തുടരുന്നില്ല? അപ്പോഴാണ് യേശു പറഞ്ഞത്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല. അതുപോലെ പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തോട് ചേർത്ത് ആരും തയ്ക്കാറില്ല. തയ്ച്ചാൽ എന്ത് പറ്റും? അത് രണ്ടും നശിച്ചു പോകും. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ, ആ വാക്ക് ശ്രദ്ധിക്കുക, വീണ്ടും ജനിക്കുകയാണ്. വീണ്ടും ജനിക്കുന്നതിന് മുൻപ് അവനൊരു ജനനം ഉണ്ടായിരുന്നു, ഈ ലോകത്തിന്റെ ഒരു ജനനം. അവൻ സ്വീകരിച്ച ഒരു രീതിയുണ്ട്, അവൻ സ്വീകരിച്ച സന്ദേശങ്ങളുണ്ട്. അവന്റെ ശരിക്കും അവന്റെ തെറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ വീണ്ടും ജനിച്ചപ്പോൾ ആ പഴയതിനെ രൂപാന്തരപ്പെടുത്തുകയല്ല, ആ പഴയത് കംപ്ലീറ്റ് ആയിട്ട് പോയി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തോട് ആരും ചേർത്ത് തുന്നാറില്ല. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിലാരും വെക്കാറില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുവിശ്വാസികളിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഈ നിത്യജീവന്റെ മൊഴി നമ്മൾ എടുക്കുന്നത് പഴയ തുരുത്തിയിലാണ്. പറയുന്ന വചനം സത്യമാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ എടുക്കല് ആ പഴയ അവസ്ഥയിലാണ്. അതുകൊണ്ട് എത്ര കേൾക്കുന്നു എന്നതിനൊരു ഒരു അർത്ഥവുമില്ല. കാരണം മഴ പെയ്യുകയാണ്, ഞാൻ 1 മാസമായിട്ട് ഒരു കുടം ആ മഴയിൽ പിടിക്കുകയാണ്. 1 മാസമായി. അപ്പൊ വേറെ ആൾ പറയണം, ഞാൻ 2 മാസമായിട്ട് പിടിക്കുകയാണ്, പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ആ കുടത്തിൽ കയറുന്നില്ല. കാര്യം എന്താണെന്ന് അറിയുമോ? ഈ കുടം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര സമയം മഴയിൽ വെക്കുന്നു എന്നല്ല കാര്യം, എങ്ങനെ വെക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നാണോ, ലൗകികമായ ജ്ഞാനത്തിൽ നിന്നാണോ? പലപ്പോഴും നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുന്നതിന്റെ കാരണം, അതിൽ കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിചയമുള്ളതോ നമുക്ക് എളുപ്പമുള്ളതോ അല്ല, നമുക്കത് വിരോധാഭാസമായിട്ട് തോന്നുകയാണ്. ഞാൻ ഒരു 3 കാര്യങ്ങളാണ് അതോട് ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പാരഡോക്സിക്കൽ ഡിഫറൻസസ് നമ്മൾ കാണുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, മരണത്തിലാണ് ജീവൻ. ഇത് ക്രിസ്തീയ സന്ദേശത്തിലല്ലാതെ വേറെ എവിടെ പറഞ്ഞാലും പരിഹസിക്കപ്പെടും. നമ്മളൊക്കെ
എന്തിനു വേണ്ടി ജനിച്ചവരാണ്? ജയിക്കാനായി ജനിച്ചവർ. ഇനി അടുത്ത ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. പെന്തക്കോസുകാരായവർക്ക് നമ്മുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി ഉണ്ടാക്കേണ്ടത് കുറവും കൂടെ ഉള്ളൂ. ഏതായാലും ഇതുവരെ അത് വിജയിച്ചിട്ടില്ല. നമ്മളൊക്കെ ജയിക്കാനായി ജനിച്ചവരാണ്. നമ്മുടെ പ്രാർത്ഥന നോക്കിയേ. ഈ പ്രാർത്ഥനയിൽ എന്താണ്? ഈ പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ലഭിക്കാനാണ്, അല്ലെങ്കിൽ എന്ത് നേടാനാണ്? ജയിക്കാൻ, മാനിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാൻ, ഉയർത്തപ്പെടാൻ. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മരണത്തിലാണ് ജീവൻ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12:9. അവൻ അവനോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. കർത്താവ് പൗലോസിനോട് പറയുകയാണ്, എന്റെ ശക്തി നിന്റെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. നീ എത്ര ബലഹീനായി കൊണ്ടിരിക്കുമോ അത്രയും എൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കപ്പെടും. ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. കർത്താവിനെ യഥാർത്ഥമായി സേവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കൂടുതൽ കൂടുതൽ ശക്തനാകുകയല്ല, ആ കൂടുതൽ കൂടുതൽ വീക്കാകുകയാണ്, ബലഹീനനാകുകയാണ്. നമ്മളൊക്കെ സാധാരണ കുറച്ച് ലീഡർഷിപ്പിലേക്ക് വരികയും നമ്മൾ കുറച്ച് വചനം പഠിപ്പിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ കൂടുതൽ കൂടുതൽ ബലഹീനരാകുകയല്ല, കൂടുതൽ കൂടുതൽ ബലവാന്മാരാകുകയാണ്. അപ്പൊ ഈ ബലവാനാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കേൾവിക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ഫിലോസഫിയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും കൊണ്ടുവരണം. എൻ്റെ ശക്തിയിൽ ഞാൻ കൂടുതൽ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ലോകത്തിന്റെ ഭാഷയിൽ ഒരു വിരോധാഭാസമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ മരണത്തിലാണ് ജീവൻ. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. തോൽവിയിലാണ് ജയം. 2 വ്യക്തികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയരായ നാം തോറ്റുകൊടുത്താൽ ക്രിസ്തുവിന്റെ നാമം അപമാനിക്കപ്പെടുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ഭക്തൻ, ഒരു വ്യക്തി ഭക്തിയിൽ മുതിർന്നു വരുന്തോറും അവൻ കൂടുതൽ ശക്തനാകുകയില്ല, അവൻ കൂടുതൽ ബലഹീനനാകുകയാണ്. അവന് അറിവ് കുറയുകയാണ്. അതുകൊണ്ട് അവൻ അറിവില്ലാത്തവനല്ല, അവനാണ് അറിവുള്ളവൻ. കാര്യം അവന്റെ അറിവ് കുറയുന്നു, അവൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അവന്റെ ജ്ഞാനം ഉയരത്തിലെ ജ്ഞാനമാണ്. ക്രിസ്ത്യൻ പാരഡോക്സ്. മരണത്തിലാണ് ജീവൻ. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ പൗലോസ് പറയുന്ന വാക്കിതാണ്, ദൈവം പൗലോസിനോട് പറഞ്ഞ കാര്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിലാകുന്നു പൂർണ്ണമാകുന്നത്. അപ്പൊ പൗലോസ് അതിനോട് പ്രതികരിക്കുന്ന ഇങ്ങനെയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ദൈവത്തിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ഈ മോശ വരുത്തിയ ഒരു അബദ്ധമുണ്ട്. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതനായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഫറോ, ഈജിപ്ഷ്യൻ കിങ് ഫറവോൻ. ആ ഫറവോനോട് ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ഏജന്റായി ദൈവം അയക്കാൻ മനസ്സ് കാണിച്ചത് ഒരു വിക്കുള്ളവനെയാണ്. ഈ അടുത്ത് കേരളത്തിൽ ഒരു വിഷയം ഉണ്ടായി. ഒരു ഫോറസ്റ്റ് വാർഡനായിട്ടുള്ള സെലക്ഷൻ നടന്നപ്പോൾ
ഒരു ട്രൈബൽ, വയനാട്ടിലാന്ന് തോന്നുന്നു, ട്രൈബൽ പയ്യന് കിട്ടി. പക്ഷെ അവന് കൊടുത്തില്ല, കാരണം അവന്റെ പല്ല് പൊന്തിയതാണ്. കുറച്ച് ഇഷ്യൂ ഉണ്ടായി. അപ്പൊ അവരുടെ ഇതിലുണ്ട് അങ്ങനെ പല്ല് പൊന്തിയവരെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. വാർഡനാണ് ഏതൊരു പോസ്റ്റ് എടുത്തില്ല. ഇവിടെ ചക്രവർത്തിയോട് സംസാരിക്കാനുള്ള ഒരു മഹാദൗത്യമായിട്ട് ഒരാളെ അയക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചപ്പോൾ അത് തിരഞ്ഞെടുത്തത് ശരിയായി സംസാരിക്കാൻ അറിയാത്ത വിക്കനും തടിച്ച നാവുമുള്ളവനായ മോശയാണ്. അപ്പൊ മോശ കാണിച്ച അബദ്ധം എന്താണ്? മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വിക്കാണ്, തടിച്ച നാവാണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞു, സാരമില്ല, വിക്കനെയും തടിച്ച നാവുള്ളവനെയും സൃഷ്ടിച്ചതാരെ? യഹോവയാ ഞാനല്ലയോ? അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ മോശ സമ്മതിച്ചില്ല. ഒടുവിൽ ദൈവം മോശയുടെ നിർബന്ധം കാരണം അഹരോനെ കൂടെ കൊടുത്തു. നമുക്കറിയാം അഹരോനിലൂടെ സംഭവിച്ച പല പ്രശ്നങ്ങളും. അപ്പൊ ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ അഹരോനില്ല. ആ തടിച്ച നാവും വിക്കും കൊണ്ടാണ് മോശ പോകേണ്ടിയിരുന്നത്. നിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് എന്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്റെ ജീവിതത്തിലുള്ള പരിമിതികൾ അത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു തടസ്സമായി ചിന്തിക്കരുത്. ലോകത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഈ നമ്മൾ എപ്പോഴും പറയുന്ന വലിയ വലിയ ഒരു നുണയുണ്ട്. ആ കളക്ടർ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, ആ ഡോക്ടർ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, ആ IPS ഓഫീസർ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര പേര് വിശ്വാസത്തിലേക്ക് വന്നേനെ? ക്രിസ്തീയ സഭാചരിത്രത്തിന്റെ ഏടുകളൊന്ന് തിരിച്ചു നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകളെ ദൈവത്തിന്റെ ഭാഗത്തെ കൊണ്ടുവന്നവരെല്ലാവരും IAS ഓഫീസേഴ്സോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊന്നുമല്ല. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ സ്തോത്രം. പക്ഷെ ആ എഡ്യൂക്കേഷൻ കൊണ്ട് ഇവിടെ കാര്യമില്ല. കുറെ ഇംഗ്ലീഷ് പറയാമെന്നും കുറെ ലോകത്തിന്റെ ജ്ഞാനം പറയാമെന്നേ ഉള്ളൂ. ഉയരത്തിലുള്ള ജ്ഞാനമാണ് ആവശ്യം. അപ്പോ മരണത്തിലാണ് ജീവൻ. മരണത്തിലാണ് ജീവൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ്, ജയിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ജയിക്കാൻ ശ്രമിക്കുന്നതിന് പല രൂപങ്ങളിൽ ഒന്നാണ് കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിടം പണിയുക, ചർച്ച്, സഭാ ഹോളുകൾ പണിയുക. എനിക്ക് ഏറ്റവും വേദന തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയൊരു ശാപമെന്നോ ദുഃഖമെന്നോ പറയാവുന്ന കാര്യം, ഒരു വിദേശി വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ആദ്യം കാണുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് കുറെ കുടിലുകളാണ്. കുടിലുകൾ കണ്ടതുകൊണ്ടല്ല ശാപം, അതിൻ്റെ അടുത്ത് വലിയ മണിമാളികൾ. ഒരു വല്ലാത്തൊരു കാഴ്ചയാണത്. ബോംബെയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ഒരു കോളനിയാണ്, പാവങ്ങൾ തിങ്ങി പാർക്കുന്ന കോളനി. അതിൻ്റെ അടുത്താണ് എയർപോർട്ട്. ഈ കോടിക്കണക്കിന് രൂപ വെച്ച് ഞാൻ ഈ കെട്ടിടം പണിത് കൂട്ടുന്നതിന്റെ അടുത്തുള്ള കുടിലുകൾ നമ്മളെ പരിഹസിക്കുകയാണ്. ഞാനെന്താ പറഞ്ഞത്? ചർച്ച് കെട്ടിടം പണിയുന്ന വിഷയത്തെ കുറിച്ച് പറയാനല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഉയരം കൂട്ടാൻ ശ്രമിക്കുകയാണ്. ആളുകളുടെ മുൻപിൽ ജയിച്ചവരായി, ഉയർന്നവരായി, ബഹുമാനിക്കപ്പെടേണ്ടവരായി നമ്മെ തന്നെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് മരണത്തിലാണ് ജീവൻ. എന്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ബലം തികഞ്ഞു വരുന്നത്. എന്റെ മരണത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ നമുക്കില്ലാതെ. അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വീണ്ടും ജനിക്കുകയാണ്.
പഴയ ലോകത്തിൽ ജയിക്കാനായാണ് ജനിച്ചത്, പുതിയ ലോകത്തിൽ മരിക്കാനായി ജനിച്ചത്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ മരണം കൂടെ കൊണ്ടുപോകുന്നു. എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചിഞ്ചായി പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചിഞ്ചായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ ഉണ്ടാകുന്നത്? ജീവൻ ഉണ്ടാകും. മറ്റൊരു പാരഡോക്സ്, താഴ്ചയിലാണ് ഉയർച്ച. താഴ്ചയിലാണ് ഉയർച്ച. ഈ ലോകത്തിന്റെ മനസ്സിലാക്കലും ലോകത്തിന്റെ പഠിപ്പിക്കലും അങ്ങനെയല്ല. താണാൽ താണു പോകും, ഉയർന്നാൽ ഉയരും. നമുക്കറിയാം, പ്രത്യേകിച്ചും ഉയരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ വഴികൾ അങ്ങനെയാണ്. ഞാൻ കുറച്ച് വേദനയോട് പറയുകയാണ്, കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവിനൊരു സഭ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് അക്ഷരാർത്ഥമുള്ള സഭ, ആ സഭയിൽ ഈ റാങ്ക് കിട്ടിയവനെ വിളിച്ചു വരുത്തി അനുമോദിക്കുന്ന ഒരു മീറ്റിംഗ് കർത്താവ് നടത്തുമായിരുന്നു. ലോകത്തിലുണ്ട്, പക്ഷെ ദൈവരാജ്യത്തിൽ അതില്ല. ദൈവരാജ്യത്തിൽ താഴ്ചയിലാണ് ഉയർച്ച. എന്താ കർത്താവ് പഠിപ്പിച്ചത്? മത്തായി സുവിശേഷം 20-ാം അധ്യായം 25-26 വാക്യങ്ങൾ. യേശുവോ അവരെ അടുക്കെ വിളിച്ച്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ അത് അരുത്. ലോകത്തിൽ ആ സിസ്റ്റം ഉണ്ട്, ലോകത്തിൽ ആ രീതിയുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പാടില്ല. നിങ്ങളിൽ ഒരുവൻ മഹാനാകാൻ ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യണം? ദാസനാകണം, അടിമയാകണം. നിങ്ങളിൽ ഒരുവൻ യജമാനൻ മഹാനാകാൻ ആഗ്രഹിച്ചാൽ അവൻ എല്ലാവരുടെയും ദാസനാകട്ടെ. ഇതാണ് ക്രിസ്ത്യൻ പാരഡോക്സ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ റാങ്കോ സ്വർഗത്തിൽ നിങ്ങളുടെ പദവികളോ ഒന്നുമല്ല കർത്താവ് മാനിക്കാൻ പോകുന്നത്. ഒറ്റ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കാം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. അവൻ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഓക്കെ, ക്രിസ്തുവിന്റെ അതേ മനോഭാവം, അതേ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? ദാസൻ, ശൂന്യനാക്കുക, രൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപത്തിലേക്കായി. ഇതൊക്കെയാണ് ക്രിസ്തുവിന്റെ മനോഭാവം. അങ്ങനെ ക്രിസ്തു തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പക്ഷേ ഒരു വിഷയമുണ്ട്. ഈ ഭൂമിയിൽ യേശുവിന്റെ ജീവിതം അവസാനിച്ചത് ക്രൂശിൽ അവസാന ശ്വാസം വിടുന്നത് വരെയാണ്. അതുവരെയും യേശുവിന് എന്ത് ഉയർച്ച കിട്ടി? യേശുവിന്റെ ആരംഭം എവിടെയാണ്? ഏറ്റവും താഴ്ന്ന ഒരു ആരംഭം. എന്താണ്? ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ആരംഭം. അവസാനിക്കുന്ന എവിടെയാണ്? ആ കാലഘട്ടത്തിൽ ഏറ്റവും പരിഹാസ്യവും നിന്ദ്യവുമായ ക്രൂശ്. എവിടെയാ ഉയർച്ച? യേശു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം അവനെ ഉയർത്തി. എവിടെ? ഈ ലോകത്തിലെ യാത്ര കഴിഞ്ഞപ്പോൾ അവനെ ദൈവം ഉയർത്തി. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? നമുക്ക് വലുത് ഈ ഭൂമിയിലെ കാര്യവും ഈ ഭൂമിയിലെ ഉയർച്ചയും ഭൂമിയിലേതായതുകൊണ്ട്
ഈ ഉയർച്ചയോട് നമുക്കൊരു രഹസ്യ സന്തോഷമുണ്ട്. ആ രഹസ്യ സന്തോഷമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി വരുന്നത്. എനിക്ക് വലിയ ദുഃഖമുള്ളൊരു കാര്യമാണ് ദൈവസഭയിൽ ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് ചെയ്യുന്നത്. അതൊരു ദൈവികമായ ഒരു മാതൃകയല്ല, ദൈവികമായ ഒരു പരിപാടിയല്ല. വേദപുസ്തകം അതിനെ സപ്പോർട്ട് ചെയ്യുന്നേയില്ല. ഉയർന്നവനും താണവനും ദൈവത്തിന്റെ സഭയിൽ ജഡികമായ ജ്ഞാനം, ലൗകികമായ ജ്ഞാനം, പ്രാകൃതമായ ജ്ഞാനം കയറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പാരഡോക്സ്, സമ്പത്തിന്റെ വ്യർത്ഥത. അൺസർട്ടിനിറ്റി ഓഫ് റിച്ച്നെസ്, സമ്പത്തിന്റെ വ്യർത്ഥത. ഞാനിപ്പോ പറയുന്നത് തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കിന് വേണ്ടി യൂട്യൂബിൽ ഇട്ടാൽ അടുത്ത ദിവസം വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത്രമാത്രം പരിഹാസ്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തിന്റെ ലാംഗ്വേജ് വല്ലതാണോ? ഞാനാണ് ആദ്യം പറഞ്ഞത്, പണമില്ലാത്തവൻ പിണം. നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഭദ്രതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പണമാണെന്ന് വിശ്വാസികളും വിശ്വസിക്കുന്നു. പക്ഷെ വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. യേശു പഠിപ്പിച്ച ഒരു പാഠം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. ലൂക്കോസ് 12:15. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ നമ്മൾ ആ വാക്യം ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന്റെ ആധാരമായിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. നമ്മൾ ഈ വാക്യമൊക്കെ വായിക്കുമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? ഒരുവന്റെ ധനസമൃദ്ധിയാണ് അവന്റെ ജീവന്റെ ആധാരം. വലിയ ആത്മീയനാണ്. എന്താ മക്കളെ പഠിപ്പിക്കുന്നത്? ദേ അവനെ കണ്ടു പഠിക്ക്. കണ്ട, ഇത്ര പ്രായത്തിലാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത്. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കണ്ടുപഠിക്കാൻ. അവന്റെ ജീവിതം എത്ര സേഫായി, അവന്റെ ജീവിതം ഇപ്പൊ സുരക്ഷിതമല്ലേ? കർത്താവ് പഠിപ്പിച്ചതിന് നേർ വിപരീതമാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മളെ പഠിപ്പിക്കലുകളും. ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവന്റെ ആധാരം. ആരാ പറഞ്ഞറിയുമോ? ജീവന്റെ ഉടയവൻ പറഞ്ഞു തരിക. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ കള്ളനായ പിശാച് നമ്മളെ പഠിപ്പിച്ച് പറ്റിച്ചു. നശിപ്പിക്കാനും കൊല്ലാനും ഇല്ലാതാക്കാനും വന്ന പിശാച് നമ്മളെ പറഞ്ഞ് പറ്റിച്ചു, നേർ തിരിച്ചാക്കി. എന്താണ്? ധനസമൃദ്ധിയാണ് ജീവന്റെ ആധാരം. പക്ഷെ ഇത് പറയുമ്പോൾ പിശാച് നേടിയെന്നറിയാമോ? നമ്മളെ വഞ്ചിച്ചു. നമ്മളെ എന്ത് മനസ്സിലാക്കിച്ചു പിശാച്? ധനസമൃദ്ധിയാണ് ജീവന്റെ ആധാരം. കർത്താവ് ഇത് പഠിപ്പിച്ചു. ധനസമൃദ്ധിയല്ല ജീവന്റെ ആധാരം. ക്രിസ്ത്യൻ പാരഡോക്സ്. ഞാനൊരു 3 കാര്യം മാത്രമാണ് പറഞ്ഞത്. വേദപുസ്തകത്തിൽ അനേക പാരഡോക്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ക്രിസ്ത്യ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കാവശ്യം ഉയരത്തിലെ ജ്ഞാനമാണ്, ലോകത്തിന്റെ ജ്ഞാനമല്ല, ലോകത്തിന്റെ പഠിപ്പിക്കലുകളല്ല. ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ അറിവുകൾ, എൻ്റെ താല്പര്യങ്ങൾ അതിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയല്ല. മറിച്ച് ഒരു തുറന്ന പുസ്തകമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ദൈവമേ എന്നെ പഠിപ്പിക്കേ, എന്നോടൊന്ന് പറയേ. എൻ്റെ അറിവുകൾ വ്യർത്ഥമാണ്, എൻ്റെ അറിവുകൾ കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ വേദപുസ്തകം പഠിക്കും തോറും അറിവുള്ളവരായിട്ടല്ല അറിവില്ലാത്തവരായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പൗലോസ് അറിവില്ലാത്തവനാണോ? ഉയരത്തിനുള്ള ജ്ഞാനം പ്രാപിച്ചവരായി നമ്മൾ തീരണം. ലൗകിക ജ്ഞാനമല്ല, പ്രാകൃതമായ ജ്ഞാനമല്ല. അത് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്നത് ദൈവം പഠിപ്പിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ സഭയിലേക്ക് അത് കയറിക്കൊണ്ടിരിക്കുന്നു. പണത്തിന്റെ പ്രൗഢി, ഒരുവന് അധികം ഉണ്ടെങ്കിൽ അവന് അധികം ആത്മീയനായിട്ട് ചിന്തിക്കുന്നു. അധികം കഴിവുള്ളവൻ അധികം കാര്യം ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇതൊക്കെ ലോകത്തിന്റെ ആ രീതികളാണ്.
അത് തന്നെയാണ് മോശയ്ക്ക് സംഭവിച്ചത്. ലോകത്തിന്റെ രീതിയിൽ മോശ രാജകീയമായ റോയൽ ട്രെയിനിങ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവന് രാജകീയമായ ട്രെയിനിങ് ഉള്ളവനെ സംബന്ധിച്ച് അറിയാം എങ്ങനെയുള്ള ഒരുവനാണ് രാജാവിനോട് സംസാരിക്കേണ്ടത്. മോശ പിന്നീട് പഠിച്ചു, ദൈവരാജ്യത്തിൽ എൻ്റെ തടിച്ച നാവും പ്രശ്നമല്ല, എൻ്റെ കഴിവും പ്രശ്നമൊന്നുമല്ല, ഇതൊന്നുമല്ല വിഷയം. ദൈവരാജ്യത്തിലെ വിഷയം എന്ന് പറയുന്നത് സമർപ്പണമാണ്, ഏൽപ്പിച്ചു കൊടുക്കലാണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിനറിയാം എൻ്റെ കഴിവില്ലായ്മകൾ, ദൈവത്തിനറിയാം എൻ്റെ ബലഹീനതകൾ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ദൈവത്തിന്റെ ലോകത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ ഇത് വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, മരണത്തിലാണ് ജീവൻ, താഴ്മയിലാണ് ഉയർച്ച, സമ്പത്തിന്റെ വ്യർത്ഥത.